പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗണ്ടിക്കോട്ടയ്ക്കുള്ളിലെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിനും ജാമിയ മസ്ജിദിനും ഇടയിലാണ് പത്തായപ്പുര സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ജയിലിനോട് ചേർന്നുള്ള ഒരു സമാന നിർമ്മിതിയാണ് ഇത്. ഇരുവശത്തും അറകൾ ഉള്ള പത്തായപ്പുരയിലേക്ക് പ്രവേശിക്കുവാനായി ഒരു പ്രധാന വാതിൽ ഉണ്ട്. 2 നിരകളിൽ ആയാണ് ധാന്യം ശേഖരിച്ചു വെച്ചിരുന്നത്. കെട്ടിടത്തിനു ചുറ്റിലും ആയി ചെരിച്ചു നിർമ്മിച്ച ധാന്യ പാത്തികൾ ഉണ്ട്. ഇവ പലക ഉപയോഗിച്ച് അടയ്ക്കുകയും ആവശ്യം ഉള്ളപ്പോൾ പലക തള്ളി നീക്കി ധാന്യം ശേഖരിക്കുകയും ചെയ്യാവുന്ന രീതിയിൽ ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. കെട്ടിടത്തിനെ മുകൾ കലവറയിലേക്ക് പ്രവേശിക്കുന്നതിനായി കെട്ടിടത്തിൻ്റെ വടക്കുഭാഗത്തായി കല്ലിൽ നിർമ്മിച്ച ഗോവണി ഉണ്ട്. ഇത് മുകൾ അറയിൽ ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നു. കെട്ടിടത്തിൻ്റെ ഓരോ അറകളിലും മുകൾ വശത്തായി ധാന്യം നിറയ്ക്കുന്നതിനുള്ള ഹോൾ ഇട്ടിട്ടുണ്ട്. കാലാവസ്ഥാ മാറ്റങ്ങളെ ചെറുക്കുന്നതിനായി മിതശീതോഷ്ണ സംവിധാനം എന്ന നിലയിൽ കെട്ടിടത്തിൻ്റെ അകത്ത് കളിമൺ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന ഈ പത്തായപ്പുര ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ധാന്യ സൂക്ഷിപ്പ് കേന്ദ്രം ആയിരിക്കും. ജാമിയ മസ്ജിദിനു നേരെ എതിർവശത്താണ് ഗണ്ടിക്കോട്ടയിലെ പ്രധാന കുളം സ്ഥിതി ചെയ്യുന്നത്. കതുല കൊനേരു എന്നാണ് ഈ കുളത്തിനെ വിളിച്ചിരുന്നത്. അതായത് വാളുകളുടെ കുളം എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ഇന്ന് പുല്ലും കാടും വളർന്ന് കിടക്കുന്ന ഈ കുളം ഒരു കാലത്ത് ഗണ്ടിക്കോട്ടയുടെ പ്രൗഢിയുടെ അടയാളം ആയിരുന്നു. യുദ്ധം കഴിഞ്ഞു വരുന്ന സൈനികരും രാജാവും മറ്റ് ഭരണാധികാരികളും തങ്ങളുടെ വാളുകൾ കഴുകിയിരുന്നത് ഈ കുളത്തിൽ വെച്ചാണ്. മനുഷ്യരക്തം ആയ വാളുകൾ ആയതിനാൽ ഈ കുളത്തിലെ വെള്ളം ഗ്രാമീണർ ഉപയോഗിച്ചിരുന്നില്ല. വളരെ ഭയത്തോടെയാണ് ഗ്രാമീണർ ഈ കുളത്തിനെ കണ്ടിരുന്നത്. ഗണ്ടിക്കോട്ടയിലെ റായല ചെരുവ് എന്ന് വിളിക്കപ്പെടുന്നിടത്തുള്ള കൈത്തോട്ടിലെയും അതിനടുത്തുള്ള കുളത്തിലെയും ജലമാണ് ഗ്രാമീണർ കൃഷിക്കും കുളിക്കുവാനും മറ്റാവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്നത്. ഇന്നും ഇവിടെയുള്ള ഗ്രാമീണർ ആരും ഈ കുളത്തിനടുത്തേക്ക് പോകാത്തതിനാലും അധികൃതർ ശ്രദ്ധിക്കാത്തതിനാലും കുളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളത്തിൽ ഇറങ്ങുന്നതിനായി പടിക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പൂർണ്ണമായും 4 വശവും കല്ല് കെട്ടി പടുത്തുയർത്തിയിട്ടുള്ളതാണ് ഈ കുളം. ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗണ്ടിക്കോട്ടയുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ ഈ കുളവും കൂടി ഉൾപ്പെടുത്തിയാൽ വരും തലമുറയ്ക്ക് ചരിത്രപരമായ അറിവ് നൽകുന്നതിന് സഹായകരമാകും. ഇത്രയും ആണ് ഗണ്ടിക്കോട്ടയിലെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗണ്ടിക്കോട്ടയിലെ മറ്റു വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. നന്ദി.